ഗുഡ് ഈവനിങ് ഓൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് GCD അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിൻ്റെ പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിവൈസറിൽ കോമൺ ആയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഡിവൈസർ ആരാണോ, ഓക്കെ, ആ നമ്പർ ആയിരിക്കും നമ്മൾ GCD അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറായിട്ട് എടുക്കുക. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 3യുടെയും 12ൻ്റെയും GCD കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ 3യുടെ ഫാക്ടേഴ്സ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യും. 3യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 3യും ആണ്. 12ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 12നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്പേഴ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് 12നുണ്ട്, 2 ഫാക്ടേഴ്സ് 3ക്കും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം ഉണ്ട്, 3യും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് 1 ആണ് നമ്മൾ GCD ആയിട്ട് പിക്ക് ചെയ്യുന്നത്. സോ 1ലെയും 3ലെയും ഗ്രേറ്റസ്റ്റ് ആരാണ്? 3 ആണ്. സോ ഇവിടുത്തെ GCD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഫാക്ടേഴ്സ് ഇങ്ങനെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡിവിഷൻ മെത്തേഡിലും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നോർമൽ ഡിവിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് എഴുതി വയ്ക്കുക, എന്നിട്ട് ഡിവിഷൻ സിമ്പിൾ കൊടുക്കുക, എന്നിട്ട് നമ്മൾ നോക്കുക 3യും 12നെ അനലൈസ് ചെയ്യുക. അവിടെ നമുക്ക് ഏറ്റവും അത് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 വെച്ചിട്ട് നോക്കുന്ന സമയത്ത് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 വെച്ച്, പക്ഷേ 3യെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരെ 3യെ നോക്കും. അടുത്ത നമ്പർ എന്താണ്? 3 വെച്ച് നോക്കും. സോ 3യെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ, റിമൈനിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതായത് ആക്ച്വലി 3 1 ടൈം നമുക്ക് 3യിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ബാക്കി 12നെ നമ്മൾ നോക്കുക. 12നെ നമ്മൾ എന്താണ്? 4 ടൈംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ? സോ 3 × 4 ആണ് 12. അപ്പോൾ നമ്മുടെ ആ കറസ്പോണ്ടിങ് ഉള്ള പോർഷൻസ് നമ്മളെടുത്ത് താഴോട്ട് എഴുതി കൊടുക്കും. ഇനി നോക്കിയേ, ഇവിടെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. 1 വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ എൻഡ് എന്ന് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഫർദർ ആയിട്ട് ഈ നമ്പേഴ്സിനകത്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു നമ്പർ, അതായിരിക്കും നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആയിരിക്കും നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ നോക്കുമ്പോഴും രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാണ്? സെയിം 3 എന്നുള്ള ആൻസർ. വേറൊരു എക്സാമ്പിൾ നോക്കാം. 10ഉം 25ഉം. സോ 10ഉം 25ഉം എഴുതി. 10 ഒരു ഈവൻ നമ്പറാണ്. ഇപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്ന സമയത്ത് 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ രണ്ടുപേർക്കും കോമൺ ആയിട്ട് 2 വരത്തില്ല, 3 വരത്തില്ല. പിന്നെ 4 വരുന്ന സമയത്ത് 25നും പറ്റത്തില്ല. പിന്നെ നമ്മൾ 5 വെച്ച് ട്രൈ ചെയ്ത് നോക്കും. സോ 5ൽ 2 ടൈംസ് 2 5s are 10, ദെൻ 5 5s are 25 അല്ലേ? അപ്പോൾ നമുക്ക് ആ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് വന്നത് ആര് മാത്രമായിരുന്നു? 5 മാത്രമായിരുന്നു. 2ഉം 5ഉം എന്താവുന്നില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പറാണ്. സോ നമുക്കതിനെ ലീവ് ചെയ്യാം, ഇതിനെ നമുക്ക് എടുക്കണ്ട. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും അത് ലാസ്റ്റ് ഏറ്റവും ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് മാറുന്നത്. ഫോർ എൻ എക്സാമ്പിൾ 24ഉം 8ഉം എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ഈവൻ നമ്പേഴ്സാണ്. സോ 2 വെച്ച് വർക്കൗട്ട് ചെയ്യും. സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 12 മീൻസ് 24 എന്തായി മാറും? 12 ആയി മാറും. 8 എന്തായി മാറും? 4 ആയി മാറും. ഓക്കെ, എഗെയിൻ 12ഉം 4ഉം എന്ത് തന്നെയാണ്? ഈവൻ നമ്പേഴ്സാണ്. സോ അതിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 12 എന്തായി മാറും? 6 ആയി മാറും. 4 എന്തായി മാറും? 2 ആയി മാറും. എഗെയിൻ 6ഉം 2ഉം ഈവൻ നമ്പേഴ്സാണ്. സോ നമ്മളതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3യും 1ഉം കിട്ടും. സോ നമ്മുടെ 8 എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ഓൾമോസ്റ്റ് എൻഡായി. സോ നമുക്കിനി എഗെയിൻ ഡീകമ്പോസിഷൻസ് ഒന്നും പറ്റത്തില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണോ അതിൻ്റെ പ്രൊഡക്റ്റ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ നെറ്റായിട്ടുള്ള GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. എന്താണ്? 2 × 2 × 2 നമുക്ക് എന്ത് കിട്ടും? 2 2s are 4, ദെൻ 4 × 2 നമുക്ക് എന്ത് കിട്ടും? 8. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? 8 ആണ്. ഇതൊരു നോർമൽ മാത്തമാറ്റിക്കൽ പ്രൊസീജിയറാണ് ടു ഫൈൻഡ് ഔട്ട് ദി GCD. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാമിങ്ങിൽ നമുക്ക് GCD കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് യൂക്ലിഡിയൻ മെത്തേഡ് എന്ന് പറയും. അതായത് നമ്മളുടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ മോഡുലസ് ഓപ്പറേറ്റർ ആയിരിക്കും. ആ മോഡുലസ് ഓപ്പറേറ്റർ വെച്ച് വർക്കൗട്ട് ചെയ്ത് നമ്മൾ GCDയിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി വലിയൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് നമുക്ക് 48ഉം 18ഉം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവരുടെ GCD വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 48നെ 18നെ നമുക്ക് എന്ത് ചെയ്യണം? മോഡ് ചെയ്യണം. അതായത് 48 മോഡ് 8 നമുക്ക് വർക്കൗട്ട് ചെയ്യണം. 48 മോഡ് 18 നമുക്ക് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്ത് നമ്മുടെ ഒരു ഫംഗ്ഷനാണ് എഴുതാൻ പോകുന്നത്. സോ ഈ പാരാമീറ്റേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിളിൻ്റെ പേര് കൊടുക്കണം. സോ ആദ്യത്തെ വേരിയബിളിൻ്റെ പേര് A എന്നും രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് B എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ Aയിലെ വാല്യൂ എന്താണ്? 48, Bയുടെ വാല്യൂ എന്താണ്? 18. എപ്പോഴും നിങ്ങൾ എക്സാമ്പിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ ഹൈയും ഡിനോമിനേറ്റർ ചെറുതുമായിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ Aയും Bയും എടുത്തു. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മോഡുലസ് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. സോ നോക്കിക്കേ,
48 മോഡ് 18 എന്താ 2 ടൈംസ് നമുക്ക് 18 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 36 കിട്ടും. സോ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ആൻസറാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്, 12 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ആൻസർ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, 12 ആണ്. അപ്പോൾ 12 ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല GCD നമ്മൾ കണ്ടെത്തി കഴിഞ്ഞെന്ന്. ഓക്കെ, ഇവിടെയൊക്കെ GCD കണ്ടെത്തിയ സമയത്ത് നമ്മൾ മോഡുലസ് ചെയ്യുമ്പോഴേക്കും കിട്ടിയ ആൻസർ എന്തായിരുന്നു, 0 ആയിരുന്നു അല്ലേ. അപ്പോൾ 0 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡുലസ് ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ മോഡുലസ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഏറ്റവും ആദ്യം യൂസ് ചെയ്ത നമ്പർ എന്തായിരുന്നു, 48ഉം പിന്നെന്തായിരുന്നു 18ഉം ആയിരുന്നു. ഇതിൽ ഹയർ വാല്യൂവിനെ നമുക്കിനി വേണ്ട. ആ വാല്യൂവിന് പകരമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് വാല്യൂ ആയിരിക്കും, ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫ്രഷ് വാല്യൂ ഉണ്ടല്ലോ, A mod B, ആ A mod Bയുടെ വാല്യൂ കൂടെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. സോ GCD ഓഫ് 48, 18 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, 48 mod 18 ചെയ്യും. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 12 കിട്ടും. ഓക്കെ, ഈ 12 ആണ് നമ്മളിനി എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ഡിവിഷൻ പ്രോസസ്സിലേക്ക്, GCD കമ്പ്യൂട്ടേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 12 ഇവിടെ വരും, 18ൻ്റെ പൊസിഷനിൽ വരും. അതേപോലെ തന്നെ 48ൻ്റെ സ്ഥാനത്ത് വരുന്നത് ആരായിരിക്കും, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള 18 ആയിരിക്കും. ഏതായിരിക്കും, 18. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ GCD ഓഫ് 48, 18 ചെയ്യുന്ന സമയത്ത് നമ്മൾ 48 mod 18 ചെയ്യും. 48 mod 18 ചെയ്തപ്പോഴേക്കും നമുക്കൊരു 0 വാല്യൂ അല്ല കിട്ടിക്കുന്നത്, വി ആർ ഗെറ്റിംഗ് റിയൽ നമ്പർ അല്ലേ. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 48 എന്നുള്ള നമ്പർ മാറ്റി. ഇനി നമ്മൾ GCD കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ആയിട്ടുള്ള 12ഉം പിന്നെന്താണ് 18. ഓക്കെ, സോ 12ഉം 18ഉം ആണ് പുതിയ വാല്യൂസ്. ഇനി ഈ 18 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് നമ്പർ, അതല്ലേ 12നേക്കാളും കുറവ്. അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. സോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന എന്താണ്, GCD ഓഫ് 18, 12. ഓക്കെ, 18, 12 രണ്ട് വാല്യൂസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും മോഡുലസ് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 18നെ 12 വെച്ച് മോഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന ആൻസർ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ആണ്, 6 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 6 അല്ല നമുക്ക് വരേണ്ട എന്താണ്, 0 ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ കിട്ടിയ ആൻസർ എന്താണ്, 6 ആണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ നമ്പർ ഏത് നമ്പറാണ്, 12നെ നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും എയിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എയിലുള്ള വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ നമുക്ക് 18ഉം 12ഉം കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, 6 കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ 6 ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി ഉള്ള ഈ 12 മാറി എന്തായി മാറും, നമ്മുടെ B ആയിരുന്നു, ഇതിപ്പോൾ എന്തായി മാറും, A ആയി മാറും. അതേപോലെ തന്നെ A mod Bയിലുള്ള വാല്യൂ എന്തായി മാറും, Bയിലേക്ക് കയറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴാണോ A mod B 0 ആകുന്നത് അതുവരെ നമ്മൾ ഈ പ്രോസസ്സ്, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, എപ്പോഴാണോ നമ്മളുടെ A mod Bയുടെ വാല്യൂ 0 ആകുന്നത് ആ സമയത്ത് നമ്മുടെ ആൻസർ ഇരിക്കുന്നത് എവിടെയാണ്, 12 ആണോ നമ്മുടെ ആൻസർ, 6 ആണ് നമ്മുടെ ആൻസർ. ഈ 6 എന്നുള്ള വാല്യൂ ഇരിക്കുന്നത് എവിടെയാണ്, Bയുടെ കയ്യിൽ. ആരുടെ കയ്യിലാണ്, Bയുടെ കയ്യിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴാണോ ഓക്കെ, സോ Bയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് വേണം നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പം എപ്പോഴാണോ നമ്മൾ ഇനി ഓരോ വാല്യൂസ് A mod Bയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ A mod Bയുടെ വാല്യൂസിലും ഓൾറെഡി ഉള്ള വാല്യൂസും തമ്മിലൊരു സ്വാപ്പിംഗ് നടക്കും. അതായത് 6 ഇനി എന്തായി മാറും, A ആയി മാറും. ദെൻ B ആയി മാറുന്ന വാല്യൂ എന്താണ്, B ആയിട്ട് മാറുന്ന വാല്യൂ എന്താണ്, 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്ത് കയറും. അപ്പോൾ നമുക്ക് GCD കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണോ Bയുടെ വാല്യൂ 0 ആകുന്നത്, ഓക്കെ, എപ്പോഴാണോ Bയുടെ വാല്യൂ 0 ആകുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ Bയിലുള്ള വാല്യൂ നമ്മൾ എങ്ങോട്ടേക്കാണ് സ്വാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, Aയിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും റിട്ടേൺ Aയിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറയും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, GCD കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകണം. ഓക്കെ, GCD കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, നമ്മൾ ഒരു തവണ GCD കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ Aയ്ക്കും Bക്കും മാറ്റം വരും. നമുക്ക് A mod B ചെയ്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, 12 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ B ആയിരിക്കും നമ്മുടെ അടുത്ത A എന്ന് പറയുന്നത്. എന്തായിരിക്കും അടുത്ത A എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ എഴുതുന്ന റിക്കർഷനകത്ത് എന്തായിരിക്കും, Aയുടെ പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്ന ആരുടെ വാല്യൂ ആണ്, Bയുടെ വാല്യൂ കൊടുക്കും. എന്നിട്ട് ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മോഡുലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് A എന്നുള്ളൊരു വാല്യൂ വേണം. ഓക്കെ, അപ്പോൾ A വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് മുന്നേ ഉള്ള വാല്യൂ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, Bയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോഡുലസ് ഓപ്പറേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് GCD ഓഫ് A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ Bയുടെ വാല്യൂ 0
അത് ആ സമയത്ത് എയുടെ വാല്യൂ റിട്ടേൺ ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, GCD വഴി നമ്മൾ എന്ത് ചെയ്യണം, GCD എന്നുള്ള ഫംഗ്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, B, A mod B ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഒരു GCDയുടെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു GCD ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് A, B ആണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്കിൽ നമ്മൾ എയിലുള്ള വാല്യൂം ബിയിലുള്ള വാല്യൂം ചെക്ക് ചെയ്യണം. അവിടെ ക്രൂഷ്യൽ ആരാണ്? B ആണ്. ബിയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എയിലുള്ള വാല്യൂ ആണ് നമ്മുടെ ആൻസർ. അതിനകത്ത് വേറൊരു സംശയവും ഇല്ല. ഓക്കെ, ഇനി ബിയുടെ വാല്യൂ 0 ആയില്ല എങ്കിൽ അത് പതിയെ ബിയുടെ വാല്യൂ കുറഞ്ഞ് 0 ആവത്തുള്ളൂ. അപ്പോൾ ബിയുടെ വാല്യൂ 0 അല്ല എങ്കിൽ നമുക്ക് എടുക്കേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുന്നത്തെ വാല്യൂസ് നമ്മുടെ കയ്യിലിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, GCD ഓഫ് A, Bക്ക് പരമായിട്ട് നമ്മൾ A എന്നുള്ള വാല്യൂ ആയിട്ട് നമ്മൾ ആരെ പിക്ക് ചെയ്തു, B എന്നുള്ള വേരിയബിളിനെ പിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ B രണ്ടാമത്തെ ഓപ്പറാനായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്, A mod B കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ A mod B കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വാല്യൂസ് മേളിലോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് വാല്യൂസിനെ തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു